ക്രിസ്ത്യാനിക്കെതിരെ അക്രമങ്ങളുടെ കണക്കൊക്കെ നിങ്ങൾ പറഞ്ഞു. ഈ ഗവൺമെന്റ് ഈ കണക്ക് കേരളത്തിലെ കണക്ക് ശരിയായിട്ട് വരത്തില്ല. ഇന്ത്യയുടെ കണക്കുകൾ പറയുന്നു. മണിപ്പൂർ നടന്നിരിക്കുക എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ബോധ്യമാണ്. അവിടെ 10-75 കൊല്ലമായി നടക്കുന്ന വംശീയ കലാപമാണ്. അതിനകത്ത് രണ്ട് മുഖ്യങ്ങളും ക്രിസ്ത്യാനിയാണ്, മൈനയും ക്രിസ്ത്യാനി. ക്രിസ്ത്യാനികൾ തമ്മിലാണ് കുറ്റം നടന്ന് കൊലപാതകം നടത്തിയിരിക്കുന്നത്. അത് വംശീയ കലാപമാണ്. ഹലോ സാറേ, സജി ചെറിയാന്റെ ഒരു പരാമർശം വൻ വിവാദമായിരുന്നു. ഇപ്പോൾ സജി ചെറിയ മാധ്യമങ്ങൾ കണ്ടിരുന്നു. അതിൽ പറഞ്ഞ വീഞ്ഞും കേക്കും എന്ന പരാമർശം പിൻവലിക്കുന്നു. പക്ഷേ മണിപ്പൂരിന്റെ കാര്യത്തിൽ സർക്കാർ വൻ പരാജയമായിരുന്നു. കഴിഞ്ഞ വർഷം ക്രിസ്ത്യാനികൾക്ക് നേരെ ഇന്ത്യയിൽ 700 അക്രമം നടന്നു എന്നാണ് പറയുന്നത്. അതായത് അയാൾ അങ്ങനെ വാലും മുറിയൊന്നും പിൻവലിച്ചിട്ടൊന്നും കാര്യമില്ല. അയാൾ പറഞ്ഞു മുഴുവൻ ശുദ്ധ തന്തയ്ക്ക് ഉറക്കാത്തവനായിരുന്നു. ഒരു ക്രൈസ്തവൻ എന്ന നിലയിലാണ് ഞാനിത് പറഞ്ഞത്. മനസ്സിലായില്ലേ? അയാളെ പറഞ്ഞത് മുഴുവൻ അയാൾ നിരുപാധികം പിൻവലിക്കണം, അല്ലാതെ പണി നന്നാവില്ല. അയാൾ പറഞ്ഞത് മുഴുവൻ നിരുപാധികം പിൻവലിക്കണം. പിന്നെ മണിപ്പൂർ സംഭവം പറഞ്ഞാൽ വിഷമിക്കണ്ട. മണിപ്പൂർ എന്ത് നടന്നുള്ളവർക്ക് ക്രിസ്ത്യാനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇതിൽ ക്രിസ്ത്യാനികൾ തലേ വെള്ളം വീണിട്ടുണ്ടെന്ന് ഇയാളെ പള്ളി പട്ടക്കാരനായിട്ടൊന്നും ബന്ധമില്ലാത്തത് റാസ്കല. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് വൃത്തികളും പറയാം. പക്ഷെ വേറെ കാര്യം, മണിപ്പൂർ നടന്നിരിക്കുക എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ബോധ്യമാണ്. അവിടെ 10-75 കൊല്ലമായി നടക്കുന്ന വംശീയ കലാപമാണ്. അതിനകത്ത് രണ്ട് മുഖ്യങ്ങളും ക്രിസ്ത്യാനിയാണ്, മൈനയും ക്രിസ്ത്യാനി. ക്രിസ്ത്യാനികൾ തമ്മിലാണ് കുറ്റം നടന്ന് കൊലപാതകം നടത്തിയിരിക്കുന്നത്. അത് വംശീയ കലാപമാണ്. അത് ബോംബെ ആർച്ച് ബിഷപ്പ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പിണറായി ഇടതുപക്ഷം ചേർന്നുകൊണ്ട് ഇത് മുഴുവൻ ക്രിസ്ത്യാനിക്കെതിരാണെന്ന് പറഞ്ഞിട്ട് BJP സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഒരു കള്ളക്കച്ചവടമാണ്. അതിനൊന്നും BJP സർക്കാരിനെതിരെ ഈ കള്ളക്കച്ചവടം ഒന്നും ശരിയാകാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇന്ത്യയിലെ എല്ലാ കാര്യം കണ്ടുകൊണ്ടിരിക്കുക ക്രിസ്ത്യാനികള്. അതായത് കാശ്മീരില് 60 കൊല്ലമായിട്ട് പൂട്ടിയിട്ടിരുന്ന പള്ളി തുറന്ന് അച്ഛൻ കൊടുത്തിരിക്കുക. ആരാ? മോദിയല്ലേ കൊടുത്തത്? നരേന്ദ്രമോദിയാണ് കൊടുത്തത്. അപ്പൊ അവിടെ ഒരു പട്ടാളം ഇല്ലാതെ പോയി ആർക്കും പോയി കുർബാന കാണാം. ദിവസം 2 കുർബാന വെച്ച് ചെല്ലുന്നുണ്ട്. സുഖമായിട്ട് 60 കൊല്ലമായിട്ട് പൂട്ടി കിടന്ന പള്ളിയാണ്. അത് ക്രിസ്ത്യാനി തുറന്നു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ മഹത്വം എന്ന് പറഞ്ഞ് ഈ മന്ത്രി വിഷമിക്കണ്ട. ഏതായാലും യാതൊരു സംശയമില്ല, ഇവിടെ ക്രിസ്ത്യാനിക്കെതിരെ അക്രമങ്ങളുടെ കണക്കൊക്കെ നിങ്ങൾ പറഞ്ഞു. ഈ ഗവൺമെന്റ് ഈ കണക്ക് കേരളത്തിലെ കണക്ക് ശരിയായിട്ട് വരത്തില്ല. ഇന്ത്യയുടെ കണക്കുകൾ പറയുന്നു. പല അറിയാവും. അപ്പൊ അതൊന്നും ശരിയല്ല. പിന്നെ മുസ്ലിങ്ങളെ ചേർത്ത് നിർത്തിയ ഞങ്ങൾ മുസ്ലിങ്ങളായിട്ട് എതിരില്ല. ക്രിസ്ത്യാനിക്ക് മുസ്ലിം എതിരല്ല. സജി ചെറിയ പറഞ്ഞ് മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയിട്ട് ക്രിസ്ത്യാനികളെ ചേർത്ത് പിടിക്കുന്നു BJP വോട്ടിന് വേണ്ടി. അത് ഞാൻ പറഞ്ഞു തന്നെ. അയാൾ അങ്ങനെ വിവരക്കേടല്ല വല്ലതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മുസ്ലിങ്ങളെ തഴഞ്ഞു നിർത്തിയെന്ന് എങ്ങനെ? അങ്ങനെയാണെങ്കിൽ മധ്യപ്രദേശിൽ എങ്ങനെ ഈ BJPക്ക് MLA-മാരുണ്ടായത്? മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാതാണോ? മുസ്ലിങ്ങളും BJP ഒന്നും ഒരു എതിരില്ല. ഞങ്ങൾക്ക് ആർക്കും മുസ്ലിങ്ങളോട് എതിരുമില്ല. BJPക്ക് എതിരില്ലെന്ന് ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ക്രിസ്ത്യാനിക്ക് എതിരില്ല. പിന്നെ പ്രാദേശികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിന്റെ പേര് പൊക്കി വഴക്കുണ്ടാക്കിയിട്ട് എന്താ കിട്ടാന്? മുസ്ലിങ്ങളെ ഉപദ്രവിച്ചെന്നോ ഒക്കെ വൃത്തികൾ പറഞ്ഞ് അതാ ഈ കലാപം ഉണ്ടാക്കാനുള്ള എല്ലാ കള്ളക്കച്ചവടവും ഇവന്റിലുണ്ട് ഈ മന്ത്രിയുടെ. ഇപ്പൊ എങ്ങനെയെങ്കിലും ക്രിസ്ത്യാനി മുസ്ലിങ്ങളൊന്നും തമ്മിൽ കിട്ടണമെന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഈയനും മാരണങ്ങളൊക്കെ ചുവന്നുകൊണ്ട് നടക്കണമെന്ന് പിണറായി വളരെ കുത്തിയിരുന്നൊന്ന് ചിന്തിക്കട്ടെ. അത്ര എനിക്ക് പറയാനുള്ളൂ. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം ചോദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ജോസ് കെ മാണി പറഞ്ഞു സജി ചെറിയാന്റെ അഭിപ്രായമാണ് ഈ സജി ചെറിയ ഈ വാക്ക് പിൻവലിച്ചതോടെ ഈ വിവാദം ഇവിടെ അവസാനിക്കും എന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. ജോസ് കെ മാണി അയാൾക്കൊരു സ്വന്തം തന്തയെ അപമാനിച്ചവനാ അയാള്. ജോസ് കെ മാണി ആ മാണിസാറ് കരഞ്ഞുകൊണ്ടല്ലേ മരിച്ചത്, മകന്റെ ഔദാര്യം. അതിന് ചരിത്രമൊക്കെ പറഞ്ഞാൽ മാറും. അയാളെ പറ്റി എന്നെ കൊണ്ട് പറയിക്കരുത്. അയാൾ എന്ത് ഉളത്തരം പറയും? ജോസ് കെ മാണി അവന്റെ രാഷ്ട്രീയക്കാരനാണ്. സ്വന്തം അപ്പനെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ പോയപ്പോ അത് അടിച്ചു മറിച്ച് കളഞ്ഞവനാ. അതിനുവേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം മേടിക്കാൻ പറ്റുകയാണെങ്കിൽ വഴക്കുണ്ടാക്കിയവനാ സ്വന്തം തന്തയെ. ആ മാണിസാറിന്റെ മകനാണെന്ന് പറയുന്നതിനും നടക്കുകയാണ് അത്ര തന്നെ. അയാൾ പറഞ്ഞതിനൊന്നും ഒരു വിലയും കൊടുക്കേണ്ട കാര്യമില്ല. അയാൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ കാര്യം തന്നെ. അവനെ ഏത് പള്ളിയിലാൻ പോകുന്നത്? അതുകൊണ്ട് അതൊന്നുമില്ല.